ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വചനം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ, സന്തോഷിക്കുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പഠിപ്പിക്കലിന്റെ അധ്യായമാണ്. യേശു കർത്താവ് 70 പേരെ തിരഞ്ഞെടുക്കുന്ന കാര്യവും അവരെ ശുശ്രൂഷയ്ക്ക് അയക്കുന്ന കാര്യവുമാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ആ 70 പേർ മടങ്ങി വരുന്ന സംഭവവും നല്ല ശമരിയക്കാരന്റെ ഉപമയും മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാനിയെക്കുറിച്ചുള്ള വിവരണങ്ങളും ഈ 10-ാം അധ്യായത്തിൽ കർത്താവ് നൽകുന്നുണ്ട്. 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരെ ശുശ്രൂഷയ്ക്കായി അയച്ചപ്പോൾ അവർ പോയി ശുശ്രൂഷകളൊക്കെ ചെയ്ത് മടങ്ങി വന്നു. ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങുന്നു. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് അവർ കണ്ടു. ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. ഇവർക്കുള്ള അധികാരങ്ങൾ കണ്ട് ഇവരുടെ അതിശയം കൂറുമാറായി. അവർ കർത്താവിനോട് പറയുകയാണ്. പക്ഷെ കർത്താവ് തിരിച്ചവർക്ക് മറുപടി നൽകുന്ന വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഭൂതങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കീഴടങ്ങുന്നുണ്ടാകാം, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്രേ, സന്തോഷിക്കുവിൻ. നമ്മുടെ ഓരോരുത്തരെയും പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇത് വളരെ ചിന്തനീയമായിരിക്കുന്നൊരു കാര്യമാണ്. സ്വർഗത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ സന്തോഷിക്കുവാൻ കഴിയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്വർഗത്തിൽ ചില പുസ്തകങ്ങളുണ്ട്. 5 വിധത്തിലുള്ള പുസ്തകങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പുസ്തകം അത് ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും, അതായത് ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളുടെയും പേരുള്ള പുസ്തകമാണ്. അതിനെ നമുക്ക് ബുക്ക് ഓഫ് ലിവിങ് എന്ന് വിളിക്കാം, ജീവനുള്ളവരുടെ പുസ്തകം എന്ന്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-33 വചനങ്ങളിൽ മോശ പ്രാർത്ഥിക്കുന്നുകൊണ്ട് കാണാൻ കഴിയും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ മുഴുവൻ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ബുക്ക് ഓഫ് ലിവിങ്, ജീവനുള്ളവരുടെ പുസ്തകം. അത് ആ പേജിൽ നിന്ന് മറയ്ക്കുമ്പോഴാണ് അല്ലെങ്കിൽ മായ്ക്കുമ്പോഴാണ് ഓരോരുത്തരും മരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. മോശ പറയുന്നതാണ്, നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണമേ എന്ന് പറയുന്നുണ്ട്. അതർത്ഥാൽ അവർ മരിക്കണമേ. രണ്ടാമത്തെ പുസ്തകം ഓർമ്മയുടെ പുസ്തകമാണ്. നാം മലാഖി പ്രവചനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിലാണ് വായിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും അവന്റെ നാമത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതായ ഒരു പുസ്തകമാണ് ഓർമ്മയുടെ പുസ്തകം, ബുക്ക് ഓഫ് റിമംബ്രൻസ്. അത് വളരെ പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ്. മൂന്നാമത് കണ്ണുനീരിന്റെ പുസ്തകം എന്നൊരു പുസ്തകത്തെക്കുറിച്ച് 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വചനത്തിൽ കാണാൻ കഴിയും. നമ്മൾ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരിനെ കുറിച്ചും വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് കണ്ണുനീരിന്റെ പുസ്തകം. അത് നിന്റെ തുരുത്തിയിലില്ലയോ, നിന്റെ പുസ്തകത്തിലില്ലയോ എന്ന് സംഗീതക്കാരൻ ചോദിക്കുന്നുണ്ട്. കണ്ണുനീരിന്റെ പുസ്തകം. നാം ഒഴിക്കുന്ന ഓരോ കണ്ണുനീരും അത് തുരുത്തിയിലാക്കി വെക്കുകയും അതിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. 4-ാമത്തെ പുസ്തകം ജീവപുസ്തകമാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു. അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 10:20 ജീവപുസ്തകത്തെക്കുറിച്ചാണ്. ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച എല്ലാവരുടെയും പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ക്രിസ്ത്യാനിയുടെ പേരല്ല, പിന്നെയോ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളുകളുടെ പേരുകൾ അത് സ്വർഗത്തിൽ എഴുതിയിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ പേര് സ്വർഗത്തിലുണ്ടോ? അവസാനത്തെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വചനമാണ്. അവിടെ വെള്ളസിംഹാസനത്തിന് ന്യായവിധി കാണാൻ കഴിയും. ആ ന്യായവിധിയിൽ ഈ ലോകത്തിലുള്ള രക്ഷിക്കപ്പെടാതെ മരിച്ച മുഴുവൻ ആളുകളുടെയും പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമായി കാണാൻ കഴിയും. അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി എന്നാണ് നാം വായിക്കുന്നത്. ഇതിലേറ്റവും പ്രാധാന്യമുള്ള പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞ പുസ്തകം തന്നെയാണ്. നിങ്ങളുടെ പേര്
സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകം. നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടോ? യേശുവിനെ യഥാർത്ഥമായി കർത്താവായി രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? യേശു നിന്റെ പാപത്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് താങ്കൾ അംഗീകരിച്ചിട്ടുണ്ടോ? താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് താങ്കൾ വിശ്വസിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ പേര് സ്വർഗത്തിലുണ്ട്. ഈ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആൾ എത്ര സന്തോഷമായ കാര്യമാണ്. ഇവിടെ നാം ഓർക്കണം, ഒരേ പേരുള്ളവർ ധാരാളം ആളുകളുണ്ട്. ഒരേ സ്ഥലത്തുള്ള പേരുകളുള്ള ധാരാളമുണ്ട്. ഒരേ ഇനിഷ്യലുള്ള ആളുകൾ ധാരാളമുണ്ട്. എൻ്റെ പേര് തന്നെയുള്ള റെജി കെ തോമസ് വേറൊരു ആളോട് എനിക്കറിയാം. ഒരേ പേരുള്ള ആളുകളുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ പേർ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേരും സ്വർഗത്തിൽ ഉണ്ടാകുമോ? സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് വരികിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ എൻ്റെ പാപത്തിനു വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിരുന്നു എന്ന് താങ്കൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ആ കാര്യം വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും താങ്കൾ രക്ഷിക്കപ്പെടും. താങ്കളുടെ പേര് സ്വർഗത്തിലെഴുതും. അങ്ങനെ എഴുതിയ ആളുകൾ ഏറ്റവും സന്തോഷവാന്മാരാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലോ അത്ഭുതങ്ങൾ ചെയ്യുന്നതിലോ അതിശയങ്ങൾ ചെയ്യുന്നതിലോ അല്ല നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ദൈവങ്ങൾക്കായി സ്തോത്രം. ആരെങ്കിലും പേര് സ്വർഗത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുവിനെ വ്യക്തിപരമായി കർത്താവായി അംഗീകരിക്കുക, ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുക. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതുവാൻ ഇടയായിത്തീരും. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതുവരെയും സ്വർഗത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇന്ന് പകലിൽ ഇടപെടുമാറാകണമേ. കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.